അല്ല ബിഗ് ബോക്സേ ഇതുവരെയായിട്ട് സമയം ഒന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങളുടെ ഇടയിലടാ സമയം നോക്കുന്നത്. സമയം 8:30. കോട്ടുവായി വിടുമ്പോൾ ശ്രദ്ധിച്ചു വിടണം, അല്ലെങ്കിൽ ക്യാമറ മങ്ങിപ്പോകും. ഇപ്പൊ എങ്ങനെയുണ്ട് പെണ്ണുങ്ങളുടെ ഇടയിലെ സമയം പറഞ്ഞു? ഹോ, ഞാൻ നീ പറഞ്ഞ അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എന്നാ ഇടി ഇടി നമ്മൾ ഇന്നലെയാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവ ആണാണോ പെണ്ണാണോ? ആണാണോ പെണ്ണാണോ? ഓ എടി സുമതി ചേച്ചി എവിടെ പോയി? സുമതി ചേച്ചി? ഓ വാട്ട് ഈസ് സുമതി ചേച്ചി? നിനക്ക് 2 ദിവസമായിട്ട് വന്ന മാത്രം അറിയാളല്ലേ? നമ്മൾ ഇന്നലെ വന്ന നമ്മൾ ഇന്നലെ തന്നെ വന്നത്. എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയില്ല. എന്നാ നിനക്ക് ഇപ്പൊ പരിചയപ്പെടുത്താറേ കുറെ ഉണ്ട് ഇവിടെ ആൾക്കാർ. നമ്മുടെ ഈ ബോസിലെ ഫുഡ് ഉണ്ടാക്കാൻ വരുന്നില്ലേ, ആ ചേച്ചിയുടെ പേരാ സുമതി ചേച്ചി. ആ തലയിൽ മുടിയില്ലാത്ത ഓ മൊട്ടച്ചി. നമുക്ക് സാമ്പാർ വെച്ച് തന്ന മൊട്ടച്ചി ചേച്ചി. ഇടി മുട്ടച്ചിന്ന് വിളിക്കല്ലേ, അവരെ തള്ളെ ചേർത്ത് ചീത്ത വിളിക്കും. ഇടി തള്ള, നിന്നെ പ്രസവിക്കുന്നവരെ നീ എന്തായിരുന്നു വിളിക്കൂടി? മമ്മി. ഓ മമ്മി. ഇടി രാവിലെ ലിസ്റ്റിക്ക് തിന്നവളെ. അയ്യോ പിന്നെ ഇന്നലെ തുപ്പുമാവിന്റെ ആണെന്ന് തോന്നുന്നു, ഞാനൊന്ന് കക്കൂസി പോയിട്ടെ. കക്കൂസ് ഒരു ഇംഗ്ലീഷുകാരി. ഓ ടോയ്ലറ്റ്. ഓ മൈ ഗോഡ്, ഇനി എത്ര നാളിന് ഇവർക്ക് സെക്കൻഡ് വരുമെന്ന് അറിയില്ല. ഒരു മിറർ തരണേ ബിക്കോസ് എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടാനായിട്ട് മിറർ വേണം. എടി മാത്രമല്ലാത്ത പേപ്പറിൽ എന്തിനടി വെച്ചിരിക്കുന്നത്? പേപ്പറല്ല, ടിഷ്യൂ പേപ്പർ. എടി മാത്രമില്ല വെള്ളം വെച്ചിരിക്കുന്നത് ചുമ്മയടി. വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല. അവന്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയും? ആണുങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല. അറിയട്ടെ ആണുങ്ങൾ എല്ലാരും അറിയട്ടെ കേട്ടാ. കുട്ടാ ഒന്നും പറയണ്ടടാ. പിന്നെ പറയണ്ട, നീ ഒന്നും പറയണ്ട. ബാത്റൂമിൽ മൊത്തം ഇവള് പേപ്പർ ചുരുട്ടി വെച്ചിരിക്കുന്നതാ. ഓ അപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ സ്റ്റേറ്റ് ഒക്കെ ചെയ്തുണ്ടാക്കിയപ്പോഴേ നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടി? എന്താ ഇത് നിങ്ങൾക്ക്? എന്താ പറയുന്നത്? എനിക്ക് ഇതിൽ നിൽക്കാൻ നിന്നെ ആരും ഇവിടെ പിടിച്ചു? ബിഗ് ബോസ് ഞാൻ പറയാം. എടാ ഓമനക്കുട്ട ഞാൻ പോണടാ. ബിഗ് ബോസിൽ പോകും. സുമതി ചേച്ചി, അതെ ലല്ലേട്ടാ, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല ഈ ബിഗ് ബോസിൽ. അല്ല ലല്ലേട്ട തന്നെ ഇതൊക്കെ നോക്കണം, എനിക്ക് നിൽക്കാൻ പറ്റില്ല ലല്ലേട്ടോ. അയ്യോ ഇവളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അയ്യോ ഇവിടെയാണ് പുറത്താക്കാനുള്ളത്. ഇവിടെ ലല്ലുവേട്ടനോട് പറഞ്ഞാൽ ലല്ലുവേട്ടൻ അങ്ങ് കേൾക്കും. ഞങ്ങൾ പറഞ്ഞത് ലല്ലുവേട്ടൻ കേൾക്കാറുള്ളൂ. നീ പക്ഷെ നല്ല സുന്ദരിയാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിങ്ങളോടെ കിടക്കണമെന്നാണ് ഭയങ്കര ആക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളുടെ വന്ന് കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വന്ന് കിടന്നതിന്റെ കുഴപ്പമുണ്ടോ? നീ ഒന്ന് പറഞ്ഞ് സംസാരിക്കണേ. പിന്നെ ഇവിടെ കേൾക്കണ്ട. അടുത്ത ഇതിന് എങ്ങനെയും നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ. എനിക്ക് ലാലിച്ചേട്ടന്റെ അടുത്ത് പറയാനുണ്ട്. എന്ത് പറയാനുണ്ട്? ഒരുപാട് പറയാനുണ്ട്. കുഴപ്പമില്ല. പിന്നെ സാമ്പാറാണോ ഇഡ്ഡലിയാണോ നോക്കാൻ നമുക്ക് പോയി. ചള പോലും മീൻ പോലും ജീവിതത്തിൽ ഞാനാണ് ബിഗ് ബോസ്. കുറെ തടിച്ചുകളും ലിറ്റിക്കിട്ടുകളും തിന്നും പിടിക്കാൻ ജോലി അത്രയും ചെയ്യാൻ ഞാൻ മാത്രം. അവിടെ കിട ചാളെ. സുമതി ചേച്ചി, അയ്യോ ഈ സാധനം ഇവിടെ കിടക്കായിരുന്നു, ഇനി ഇതിനൊരു പിഴയാവും. സുമതി ചേച്ചി എന്തിനോ ആ ബാത്റൂമിൽ കേറാൻ പറ്റൂല. എന്ത് ഇംഗ്ലീഷുകാരിയെ കുറെ പേപ്പറിൽ എന്തിനാ ചുരുട്ടി വെച്ചിരിക്കുന്നത്? എടി നിന്നെ കുറിച്ച് ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളു. അപ്പൊ തന്നെ നീ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ ചേർത്തത്? ഈ വൃത്തികെട്ട ചാള ഞാൻ ജീവിതത്തിൽ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിര്. ഇവിടെ ഒരു സുന്ദരി ഉണ്ടല്ലോ, അവളെ വിളി. അല്ലെങ്കിലേ ആ പെണ്ണ ഓമനക്കുട്ടനെ വിളി. അവള് പൊട്ടിയാണ്, ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവണില്ലടി. അതെന്താണ്? അത് അഭിനയിക്കണത് അവളങ്ങനെ. ചേച്ചി ഭയങ്കര ഇംഗ്ലീഷുകാരിയല്ലേ? ഓ അവളുടെ അടുത്ത് ഞാൻ രാവിലെ എന്തോരോ പറഞ്ഞു. ഞാനേ ബിഗ് ബോസിലെ ലല്ലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്.
ഇവിടെ കിടക്കുന്ന ജോലി മൊത്തം ഞാൻ ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഞാനും കുടിക്കുന്ന പച്ചവെള്ളം തന്നെ. എടീ, എല്ലാത്തിനും കിട്ടും. നിങ്ങൾ എന്നെ കുറിച്ചിരുന്ന് ഇവിടെ നുണങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടു. ഞങ്ങൾ അവിടെ നിന്ന് കേൾക്കായിരുന്നു. എന്തിനാ പരിദൂഷണങ്ങൾ പറയണത്? അയ്യോ, നമ്മൾ എന്തിനു പറഞ്ഞു ചേച്ചി? പറഞ്ഞല്ലോ. പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഞാനാണോ മത്തി കഴിവേണ്ടത്? ഞാനാണോ മത്തി കണ്ടുവേണ്ടത്? ബിഗ് ബോസ് എന്തോ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചേക്കും. നിങ്ങൾ അമ്പിനും ബില്ലിനും എടുത്തില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും എടുത്ത് സിറ്റി ടാങ്കിലെടുത്തും ഞാനിടും. അയ്യോ, ബിഗ് ബോസ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും നമ്മള്? ഇതിനെല്ലാം കാരണക്കാരി ഈ നിൽക്കുന്ന ശ്രീയ. ആരും പല്ലട കുത്തിനാറ്റിക്കാൻ നിൽക്കണ്ട. ഇതിനെല്ലാം തെറ്റുകാരൻ ഞാനാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.